നമസ്കാരം. വാർത്താസന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇനിയുള്ള അരമണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. നേപ്പാളിനെ ഇളക്കിമറിച്ച സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനൊടുവിൽ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയും പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും രാജിവെച്ചു. ഇരുവരും സൈന്യത്തിന്റെ സുരക്ഷിത കേന്ദ്രത്തിലാണ് എന്നാണ് റിപ്പോർട്ട്. നേപ്പാളിന്റെ ഭരണ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു. സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സൈനിക വക്താവ് അറിയിച്ചു. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവയുൾപ്പെടെ 26 സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാർ നടപടിക്കെതിരെ തുടങ്ങിയ യുവാക്കളുടെ പ്രക്ഷോഭം സർക്കാരിന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരായ ബഹുജന പ്രക്ഷോഭമായി മാറുകയായിരുന്നു. സമരം തണുപ്പിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം ഇന്നലെ രാത്രി പിൻവലിച്ചെങ്കിലും പ്രക്ഷോഭത്തിൽ നിന്ന് സമരക്കാർ പിന്മാറിയില്ല. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ രാജിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം കലാപമായി മാറി. പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും മന്ത്രിമാരുടെയും വസതികളടക്കം പ്രക്ഷോഭകർ അഗ്നിക്കിരയാക്കി. പാർലമെന്റ് മന്ദിരവും സുപ്രീം കോടതിയും ആക്രമിച്ച് തകർത്തു. മുൻ പ്രധാനമന്ത്രി ഷർ ബഹാദൂർ ദുബെയെയും കുടുംബത്തെയും പ്രതിഷേധക്കാർ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി ആക്രമിച്ചു. ധനമന്ത്രി വിഷ്ണു പ്രസാദിനെ പ്രതിഷേധക്കാർ തെരുവിൽ മർദ്ദിച്ചു. സൈന്യത്തിനും പോലീസിനും പ്രക്ഷോഭകരെ നിയന്ത്രിക്കാനായില്ല. പ്രതിഷേധം കാഠ്മണ്ഡുവിൽ നിന്ന് മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിച്ചു. ഇതോടെ ഗത്യന്തരമില്ലാതെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചു. ജൻസി വിപ്ലവം എന്ന പേരിൽ ഇന്നലെ ആരംഭിച്ച യുവാക്കളുടെ പ്രക്ഷോഭം സുരക്ഷാസേന അടിച്ചമർത്താൻ തുടങ്ങിയതോടെയാണ് അക്രമാസക്തമായത്. സംഘർഷത്തിൽ 19 പേർ കൊല്ലപ്പെട്ടിരുന്നു. 347 പേർക്ക് പരിക്കേറ്റു. ന്യൂസ് ഡെസ്ക് 24. യുവതലമുറയുടെ ജൻസി വിപ്ലവമാണ് നേപ്പാളിലെ ജനാധിപത്യ സർക്കാരിന്റെ അടിത്തറ ഇളക്കിയത്. ഏകീകൃത സമരരൂപമോ സംഘടനയോ ഇല്ലാതെയാണ് സർക്കാരിനെ വീഴ്ത്തിയ സമരം. സമൂഹ മാധ്യമങ്ങൾ ലഭ്യമല്ലാതായതോടെ സ്കൂൾ കോളേജ് യൂണിഫോമുകൾ ധരിച്ച് ജൻസി തലമുറയിൽപ്പെട്ട 10,000-കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങിയ അത്യപൂർവ സമരത്തിനാണ് കാഠ്മണ്ഡു സാക്ഷ്യം വഹിച്ചത്. സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്കിനെയും രാജ്യത്ത് അഴിമതി സംസ്കാരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് ഇന്നലെ രാവിലെ യുവാക്കൾ മാർച്ച് സംഘടിപ്പിച്ചതോടെയാണ് ജൻസി സമരം ശ്രദ്ധ നേടിയത്. പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെയുള്ള നിയന്ത്രിത മേഖലകളിലേക്ക് ബാരിക്കേഡുകൾ മറികടന്ന് പ്രക്ഷോഭകർ പ്രവേശിച്ചതോടെ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. 19 പേർ കൊല്ലപ്പെടുകയും 300ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ സർക്കാർ പ്രതിരോധത്തിലായി. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ, മുൻ TV അവതാരകനും മുൻ ഉപപ്രധാനമന്ത്രിയുമായ റാബി ലാമിച്ചനെ തുടങ്ങിയ യുവ നേതാക്കൾ സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ അഴിമതി വിരുദ്ധ പ്രചാരണവും സമരക്കാർക്ക് പ്രചോദനമായെന്നാണ് വിലയിരുത്തൽ. സാമൂഹ്യ പ്രവർത്തകനായ 36-കാരൻ സുധൻ ഗുരുങ്ങാണ് സർക്കാരിനെ വീഴ്ത്തിയ സമരത്തിന്റെ ബുദ്ധികേന്ദ്രമായി കണക്കാക്കുന്നത്. 2015 ഭൂകമ്പത്തിന് ശേഷം രൂപീകരിച്ച യുവാക്കളുടെ NGO ആയ ഹാമി നേപ്പാളിന്റെ പ്രസിഡന്റാണ് സുധൻ ഗുരുങ്. സ്കൂൾ യൂണിഫോം ധരിച്ചും പുസ്തകങ്ങൾ കയ്യിലേന്തിയും പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമാകാൻ ആയിരക്കണക്കിന് കുട്ടികളോട് സുധൻ ഗുരുങ് ആഹ്വാനം ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. നേപ്പാളിൽ പ്രക്ഷോഭം ശക്തമായതിന് പിന്നാലെ വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങാനെത്തിയവരും കുടുങ്ങി. എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയതോടെ കാഠ്മണ്ഡു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മലയാളികൾ അടക്കമുള്ളവരാണ് കുടുങ്ങിയത്. യാത്രക്കാർ അവരുടെ ലഗേജിനായി വിമാനത്താവളത്തിനകത്ത് പരക്കം പായുകയാണ്. കാഠ്മണ്ഡു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അനുഭവം 24-മായി പങ്കുവെക്കുകയാണ് മലയാളി ഡോക്ടറായ ജോബി ഇലക്കാട്. അതിലേക്ക്. കാഠ്മണ്ഡു ഇന്റർനാഷണൽ എയർപോർട്ടിലെ സീനാണിപ്പോൾ കാണുന്നത്. എല്ലാ എയർലൈൻസും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്നറിയിച്ചല്ലാതെ ഒരു സ്റ്റാഫ് പോലും നിലവിൽ ഇവിടെ അവൈലബിൾ അല്ല. ലഗേജ് മാത്രം ഇങ്ങനെ ഡംപ് ചെയ്തിട്ടുണ്ട്. ലഗേജ് എല്ലാം ഇങ്ങനെ ഡംപ് ചെയ്തിട്ടുണ്ട്. ലഗേജ് നേരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഏത് ഫ്ലൈറ്റിൻ്റെ ലഗേജ്, ആരുടെ ലഗേജ് എന്നുള്ള കാര്യം ഇനി ഇവിടെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാകാൻ പോകുന്നത്. എല്ലാ ഫ്ലൈറ്റിൻ്റെയും ലഗേജ് ഇങ്ങനെ ഒരുമിച്ച് കൂടി വിട്ടിട്ടുണ്ട്. ആരുടെ ലഗേജാണ്, എവിടെയാണ്, ആരെ എന്തൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ഒരു കാര്യത്തെക്കുറിച്ചൊരു വ്യക്തതയില്ല. ഒരു സ്റ്റാഫ് പോലും, ഒരു എയർലൈൻ സ്റ്റാഫ് പോലും ഇവിടെ ഗൈഡ് ചെയ്യാനോ ഒന്നുമില്ല. അരമണിക്കൂറത്തെ സേവനത്തിന് ശേഷം എൻ്റെ ലഗേജ് കിട്ടി. പക്ഷേ ലഗേജിന് പരതി നടക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണ്, അല്ലെങ്കിൽ താമസം എവിടെയാണ്, അതേക്കുറിച്ച് ഒരു ഇൻഫർമേഷനും ഇല്ല. നേപ്പാൾ എയർലൈൻസിന് മാത്രമല്ല,
പല എയർലൈൻസും ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യനും ഇവിടെ കാണാനില്ല. ഇവിടെ ആൾക്കാർ ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നടക്കുകയാണ്. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ അല്ലാതെ ചെക്ക് ഇൻ ചെയ്ത ലഗേജ് എങ്ങനെ തിരിച്ചു കിട്ടും, എവിടെ നിന്ന് കിട്ടും, ഇതേക്കുറിച്ചൊന്നും ഒരു ഇൻഫർമേഷനും ആർക്കും ഇല്ല ഇതുവരെ. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയെ ഉടൻ അറിയാം. വോട്ടെണ്ണൽ ആരംഭിച്ചു. 97% പേർ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, കണക്കുകളിൽ NDAക്ക് അനായാസം ജയം സ്വന്തമാക്കാൻ കഴിയുന്നതേയുള്ളൂ. എങ്കിലും വോട്ട് ചോർച്ചയുണ്ടാകുമോ എന്നൊരാശങ്ക, അത് പിന്നീട് ഇന്ത്യ മുന്നണിക്കൊരു രാഷ്ട്രീയ ആയുധമായി മാറുമോ എന്ന ആശങ്കയൊക്കെ NDA ക്യാമ്പിലുണ്ട്. 8 മണിയോടുകൂടി ഫലം പ്രതീക്ഷിക്കാമോ ബൽറാം? റിജിത്ത്, 8 മണിയോടെ തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഫലം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 97% പേരാണ് ഈ വാശിയേറിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 3 പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഖൽസയുടെ 2 MP-മാരും ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ മറ്റ് ഏതാണ്ട് എല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്തിയതായാണ് പുറത്തുവരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായ പ്രസ്താവന അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വോട്ടെണ്ണലും നടപടികളും ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ 767ഓളം വോട്ടുകളാണ് ആകെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത് വോട്ട് എണ്ണിത്തീരുന്നതോടുകൂടി തന്നെ ഫലം പ്രഖ്യാപനവും ഉണ്ടാകും. ഔപചാരികമായ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും നടത്തുക. അതേസമയം ഇത്തവണ ഈ ക്രോസ് വോട്ടിംഗ് ഇത്തവണ എത്രത്തോളം ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത്. സാധാരണ രീതിയിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വിപ്പ് ഉണ്ടാകാറില്ല എന്നതുകൊണ്ട് തന്നെ ക്രോസ് വോട്ടിംഗ് സാധാരണമായി തന്നെ സംഭവിക്കാറുണ്ട്. കഴിഞ്ഞ തവണ ജഗ്ദീപ് ധൻഖറിന് 75% വോട്ടുകൾ നേടിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ ഇത്തവണ അത് ഒഴിവാക്കാനുള്ള നടപടികൾ NDAയുടെ പക്ഷത്തും ഇന്ത്യ സഖ്യത്തിന്റെ പക്ഷത്തും ഉണ്ടായിരുന്നു. NDA കൃത്യമായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. ഫലം 8 മണിയോടുകൂടി അറിയാൻ കഴിയും. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. സംസ്ഥാനത്ത് പോലീസിനെതിരെയുള്ള കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല. ആലപ്പുഴ DYSP മധു ബാബുവിനെതിരെ തുറന്നു പറച്ചിലുമായി മുൻ സൈനികനും രാഷ്ട്രീയ നേതാക്കളും സിനിമാ നിർമ്മാതാവും രംഗത്തെത്തി. ആരോപണങ്ങൾക്ക് പുച്ഛത്തോടെയാണ് മധു ബാബുവിന്റെ പ്രതികരണം. തൃശൂരിലെ ഹോട്ടൽ ഉടമയ്ക്ക് പിന്നാലെ PG മുൻ SI രതീഷിനെതിരെ സർക്കാർ ഉദ്യോഗസ്ഥനും മർദ്ദനാരോപണവുമായി രംഗത്തെത്തി. 2 കോളറിലും കൂടി പിരിച്ച് വലിച്ചൊരു 50 മീറ്ററോളം പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന ഡ്യൂട്ടിയിൽ നിന്ന പോലീസുകാരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ബലമായിട്ട് കുനിച്ചു നിർത്തി എൻ്റെ മുട്ടുകൈക്ക് ഇടിക്കുകയും ഒക്കെയാണ് ചെയ്തത്. 2006 ജനുവരിയിൽ ചേർത്തല SI ആയിരിക്കെയാണ് സൈനികനായിരുന്ന സുബൈറിനെ കുടുംബത്തിന് മുന്നിൽ വെച്ച് മധുബാബു ക്രൂരമായി മർദ്ദിച്ചത്. നിയമപോരാട്ടത്തിനൊടുവിൽ മധുബാബുവിനെ കോടതി ശിക്ഷിച്ചെങ്കിലും വകുപ്പുതല നടപടി ഉണ്ടായില്ല. പരാതി പറയാനെത്തിയ തന്നോട് മധുബാബു മോശമായി പെരുമാറിയെന്ന സിനിമാ നിർമ്മാതാവ് ഷീല കുര്യൻ. മധുബാബുവിനെതിരെ കൊല്ലം പത്തനാപുരം CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അംജിദ് ഖാനും പത്തനംതിട്ടയിലെ മുൻ SFI നേതാവ് ജയകൃഷ്ണനും രംഗത്തെത്തി. ഇതിനിടെ വർഷങ്ങൾക്ക് മുൻപ് പിതാവ് പോലീസിൽ നിന്ന് നേരിട്ട ദുരനുഭവം തുറന്നു പറയുകയാണ് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ. ASP മനോജ് അബ്രഹാം നേതൃത്വം കൊടുത്ത ഒരു പോലീസ് മർദ്ദനത്തിൽ അച്ഛന് ഭീകരമായി പരിക്കേൽക്കുകയും നട്ടെല്ലും അതുപോലെ തന്നെ തലയ്ക്കും പെടലിക്കും ക്ഷതമേൽക്കുകയാണ്. ഹോട്ടലുടമയ്ക്ക് പിന്നാലെ തൃശൂർ PG മുൻ SI രതീഷിനെതിരെ കസ്റ്റഡി മർദ്ദന ആരോപണവുമായി എത്തിയത് മുണ്ടത്തിക്കോട് വില്ലേജ് അസിസ്റ്റന്റ് അസറാണ്. പ്രതീഷ് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനും SI ആയിട്ട് രതീഷും കൂടിയിട്ടാണ് എന്നെ മർദ്ദിച്ചത്. എന്നിട്ട് കളക്ടർക്ക് ഞാനിങ്ങനെ കേസിൽ പെട്ടു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. അന്വേഷണ വിധേയമായിട്ട് എനിക്ക് സസ്പെൻഷൻ കിട്ടി. ഞാൻ 3.25 കൊല്ലാണ് പുറത്തിരുന്നത്. കള്ളക്കേസിന് പിന്നാലെ ജോലി നഷ്ടമായ അസർ നിയമപോരാട്ടത്തിന് ശേഷമാണ് ജോലിയിൽ തിരികെ കയറിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാന പോലീസ് മേധാവിക്ക് രൂക്ഷ വിമർശനവുമായി ഫയർഫോഴ്സ് മേധാവി DGP യോഗേഷ് ഗുപ്ത. പോലീസ് ആസ്ഥാനത്തെ പ്രവർത്തനം താഴോട്ടേക്ക് എന്നാണ് യോഗേഷ് ഗുപ്തയുടെ വിമർശനം. പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് യോഗേഷ് ഗുപ്ത കത്ത് നൽകി. തന്റെ വിജിലൻസ് ക്ലിയറൻസ് അപേക്ഷ പരിഗണിക്കാത്തതിനാലാണ് വിമർശനം. സർക്കാരിന്റെ അതൃപ്തിയുടെ ഭാഗമായിട്ടായിരുന്നു വിജിലൻസ് തലപ്പത്ത് നിന്നും ഫയർഫോഴ്സിലേക്കുള്ള യോഗേഷ് ഗുപ്തയുടെ മാറ്റം. കേന്ദ്ര സർവീസിൽ DGP-ആയി എംപാനൽ ചെയ്യുന്നതിനാവശ്യമായ വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ടിനായി 9 തവണ യോഗേഷ് ഗുപ്ത ശ്രമിച്ചു. മുഖ്യമന്ത്രിയുടെ പോർട്ടലിലും അപേക്ഷ നൽകിയിരുന്നു. ഇതുകൂടാതെ നേരിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നൊരു കത്ത് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് ലഭിച്ചു. വിജിലൻസ് ക്ലിയറൻസ് പോലീസ് മേധാവി നൽകണമെന്നുള്ളതായിരുന്നു കത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല വിജിലൻസ് സർട്ടിഫിക്കറ്റ്. ക്ലിയറൻസ് നൽകാൻ കഴിയില്ല എന്ന് പോലീസ് ആസ്ഥാനത്ത് തീരുമാനമെടുക്കുന്ന സമയത്താണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിച്ചത്. അതിനുശേഷമാണ് പുതിയ പോലീസ് മേധാവിയോട്
വിവരാവകാശ പ്രകാരം യോഗേഷ് ഗുപ്ത വിജിലൻസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് രഹസ്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കാര്യമായതിനാൽ തനിക്ക് തരാൻ കഴിയില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് വേണ്ടി വിവരാവകാശ ഓഫീസർ മറുപടി നൽകുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് ആസ്ഥാനത്തിന്റെ പ്രവർത്തനം അനുദിനം താറുമാറാകുകയാണ് എന്ന് യോഗേഷ് ഗുപ്ത രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. സർക്കാർ നിരന്തരം ദ്രോഹിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി യോഗേഷ് ഗുപ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് പരാതി നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. വനിതാ SI-മാർക്ക് മോശം സന്ദേശങ്ങൾ അയച്ചു എന്ന ആരോപണം നിഷേധിച്ച് ക്രമസമാധാന വിഭാഗം അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ VG വിനോദ് കുമാർ ജോലിയുടെ ഭാഗമായാണ് സന്ദേശങ്ങൾ അയച്ചത് എന്നാണ് വിനോദ് കുമാറിന്റെ മൊഴി. പരാതിക്കാരായ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി നാളെ രേഖപ്പെടുത്തും. പോലീസ് ആസ്ഥാനത്തെ ആഭ്യന്തര പരാതി പരിഹാര സമിതിയിലെ SP മെറിൻ ജോസഫാണ് മൊഴി രേഖപ്പെടുത്തിയത്. ദുരുദ്ദേശപരമായ സന്ദേശങ്ങൾ അയച്ചിട്ടില്ല. അയച്ചത് ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് മെസ്സേജുകളാണ്. വനിതാ പോലീസുകാർക്ക് മാത്രമായി അയച്ചതല്ല, ബ്രോഡ്കാസ്റ്റ് സന്ദേശമായി അയച്ചതാണെന്നുമാണ് വിനോദ് കുമാറിന്റെ മൊഴി. പത്തനംതിട്ട SP ആയിരിക്കെ VG വിനോദ് കുമാർ തൊഴിൽ സ്ഥലത്ത് മാനസികമായി പീഡിപ്പിച്ചെന്നും മോശം സന്ദേശങ്ങൾ അയച്ചെന്നും കാട്ടി പത്തനംതിട്ടയിലെ 2 വനിതാ SI-മാരാണ് കഴിഞ്ഞ മാസം റേഞ്ച് DIG അജിത ബീഗത്തിന് പരാതി നൽകിയത്. വനിതാ SI-മാരുടെ മൊഴിയെടുത്ത അജിത ബീഗം രഹസ്യമായി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം തടയാനുള്ള പോസ്റ്റ് നിയമപ്രകാരം അന്വേഷണം വേണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. തുടർന്നാണ് DGP മെറിൻ ജോസഫിന് അന്വേഷണ ചുമതല കൈമാറിയത്. ആറന്മുള പോക്സോ കേസ് അട്ടിമറി ഉൾപ്പെടെ ഒട്ടേറെ വിവാദങ്ങൾപ്പെട്ടതിനെ തുടർന്നാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിനോദ് കുമാറിനെ നീക്കിയത്. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും വനിതാ SI-മാർക്കെതിരെ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വിനോദ് കുമാറും DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ജമ്മുകശ്മീരിലെ സിയാച്ചിനിലുണ്ടായ ഹിമപാതത്തിൽ 3 സൈനികർ വീരമൃത്യു വരിച്ചു. 3 പേരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി സൈന്യം അറിയിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, വിവരങ്ങൾ. ബൽറാം. റിജിത്ത്, ഇന്ന് ഉച്ചയോടെയാണ് സിയാച്ചിൻ ഗ്ലേസിയറിലെ ബേസ് ക്യാമ്പിൽ, സൈന്യത്തിന്റെ ബേസ് ക്യാമ്പിൽ ഹിമപാതം ഉണ്ടായത്. 12,000 അടി ഉയരത്തിലാണ് ഈ ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. സ്ഥിരമായി ഇത്തരത്തിലുള്ള ഹിമപാതം ഉണ്ടാകാറുള്ള ഒരു മേഖലയാണ്. ഇവിടെ വലിയ ഹിമപാതം തന്നെയാണ് ഈ ക്യാമ്പിനും മേൽ ഉണ്ടായത്. 3 സൈനികർ ഈ സംഭവത്തിൽ, അപകടത്തിൽ വീരമൃത്യു വരിച്ചിരിക്കുന്നു. ഇതിൽ 2 പേർ അഗ്നിവീറുകളാണ് എന്നുമാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്ന വിവരം. ഇവരുടെ 3 പേരുടെയും മൃതദേഹങ്ങൾ ഈ മഞ്ഞിനുള്ളിൽ നിന്നും പുറത്തെടുത്തതായും സൈന്യം അറിയിക്കുന്നു. മറ്റൊരാളെ കൂടി രക്ഷപ്പെടുത്തിയതായുള്ള വിവരങ്ങളും ലഭ്യമാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ മരിച്ചവരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ സൈന്യത്തിന്റെ ഔദ്യോഗികമായ പ്രസ്താവന ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. സംസ്ഥാന സർക്കാരിന്റെ ഒരാഴ്ച നീണ്ട ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ച് തലസ്ഥാന നഗരിയിൽ വർണ്ണാഭമായ ഘോഷയാത്ര. മാനവീയം വീഥിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾക്കൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ കലകളും ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി. കിഴക്കേക്കോട്ടയിലാണ് സാംസ്കാരിക ഘോഷയാത്ര സമാപിക്കുക. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതി, സാംസ്കാരിക പ്രൗഢി വിളിച്ചോതിക്കൊണ്ടുള്ള ഘോഷയാത്ര, മനോഹരമായ കാഴ്ചകൾ. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഘോഷയാത്ര എങ്ങനെ പുരോഗമിക്കുന്നു അലക്സ്? റിജിത്ത, വർണ്ണശബളമായ ഘോഷയാത്ര അതാ കിഴക്കേക്കോട്ടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോന്നോരോന്നായി ഓരോ കലാരൂപങ്ങളായി, നൃത്തരൂപങ്ങളായി, പ്ലോട്ടുകളായി ഒക്കെ അതിങ്ങനെ കിഴക്കേക്കോട്ടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ സമയം എത്രയായെന്ന് കാണാം. PK, ഏതാണ്ട് ഘോഷയാത്ര ആരംഭിച്ചിട്ട് 2 മണിക്കൂറും 10 മിനിറ്റുമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 4:15 മണിയോടുകൂടിയായിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള തനിമ വിളിച്ചോതുന്ന ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട അതിൻ്റെ സമാപനം കുറിക്കുന്ന ഈ ഘോഷയാത്രയ്ക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. മാനവീയം വീഥിയിലായിരുന്നു ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത്. അതിന് തൊട്ടു പിന്നാലെ ആരംഭിച്ച
ഈ രാജവീഥി, തലസ്ഥാനത്തെ രാജവീഥി എന്ന് തന്നെ പറയാം, രാജവീഥിയിലൂടെ നടന്ന ആ ഘോഷയാത്ര കിഴക്കേക്കോട്ടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരായി അല്ലെങ്കിൽ ഓരോ കലാരൂപങ്ങളായി എത്തിക്കൊണ്ടിരിക്കുന്നു. 91 ദൃശ്യശ്രവ്യ കലാരൂപങ്ങൾ അണിനിരക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കിഴക്കേക്കോട്ട അമ്പാട് ജനസാഗരമാണ് രഞ്ജിത്ത്. നേരത്തെ ഏതാണ്ട് ഒരു 2-3 മണിക്കൂറായി തന്നെ കിഴക്കേക്കോട്ടയിലേക്ക് ജനപ്രവാഹമായിരുന്നു. ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തുകയായിരുന്നു. കാരണം നിരവധിയായ ഇടങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഉള്ളത് കൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ വഴിയിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തതിനു ശേഷം ഇവിടേക്ക് നടന്നെത്തണമായിരുന്നു. അത്തരത്തിൽ പ്രായഭേദമന്യേ മുതിർന്നവരും കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധജനങ്ങളും വയോധികരും ഒക്കെ ആവാലവൃദ്ധം ജനങ്ങളും ഇവിടേക്ക് അണിനിരന്നിട്ടുണ്ട് ഈ ഘോഷയാത്ര കാണാനെന്നുള്ളതാണ്. വിവിധ കലാരൂപങ്ങൾ ഇവിടെ ഇതുവഴി കടന്നു പോകുന്നു. അവർ അങ്ങേയറ്റം ആകാംക്ഷയോടെ കാത്തുനിന്ന ഘോഷയാത്രയിലെ കലാരൂപങ്ങളാണ് കടന്നു പോകുന്നത്. അത് ആവേശഭരിതരായി അവർ അത് കാണുകയും അതവർ ആസ്വദിക്കുകയും തങ്ങളുടെ മൊബൈൽ ഫോണുകൾ പകർത്തുകയും തങ്ങളുടെ മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വിളിച്ചോതുന്ന വിവിധ വകുപ്പുകളുടെ ഏതാണ്ട് 60ഓളം ഫ്ലോട്ടുകൾ, അതല്ലാതെ തന്നെ ചെറുതും വലുതുമായ നിരവധിയായ ഫ്ലോട്ടുകളുണ്ട്. അത്തരത്തിലുള്ള ഫ്ലോട്ടുകൾ ഓരോന്നും കടന്നു പോകുന്നുണ്ട്. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സർക്കാരിന്റെ അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. മനോഹരമായ നിശ്ചല ദൃശ്യങ്ങൾ, കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതിയുള്ള കലാരൂപങ്ങൾ, ഇതൊക്കെ അണിനിരത്തിക്കൊണ്ടുള്ള ഘോഷയാത്ര അവിടെ പുരോഗമിക്കുകയാണ്. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേളയും പുരോഗമിക്കുകയാണ്. AB ബാച്ചുകളിലായി 50 പള്ളിയോടങ്ങളാണ് പമ്പയാറിൽ മാറ്റുരച്ചത്. കൊറ്റാത്തൂർ കൈതക്കൊടി B ബാച്ചിൽ ഒന്നാമതെത്തിയിട്ടുണ്ട്. ആറന്മുളയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. വിഷ്ണു, പുതിയ വിവരങ്ങൾ. വിഷ്ണു. പമ്പയാറ്റിന്റെ ഇരുകരകളിലും ആളുകൾ കണ്ണുനട്ട് കാത്തിരുന്ന ആ കാഴ്ചക്ക് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. A ബാച്ച് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു. പള്ളിയോളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു. അയിരൂര്, മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല, കിഴക്ക്, മേലുകര, ഇങ്ങനെ 4 പള്ളിയോടങ്ങളാണ് ഈ ട്രോഫിക്ക് വേണ്ടി പോരാടാൻ ഈ ഫൈനൽ മത്സരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വളരെ ശക്തമായ പോരാട്ടം. ആരാണ് ഒന്നാമതെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം. മല്ലപ്പുഴശ്ശേരിയാണോ, അയിരൂരാണോ, ഇടശ്ശേരിമല, കിഴക്കാണോ, മേലുകരയാണോ എന്ന് പറയാൻ പറ്റാത്ത പോരാട്ടം. വിട്ടു നൽകാനില്ലാത്ത ആ പോരാട്ടം. ഇങ്ങനെ പമ്പയാറിന്റെ ഓളങ്ങളെ കീറി കുറിച്ചവർ ഓരോ തുഴയും കുത്തിയെറിഞ്ഞ് അങ്ങനെ വരുന്ന കാഴ്ചയാണ്. പള്ളിയോടങ്ങളെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ അതൊരു ഐതിഹ്യപ്പെരുമ വിളിച്ചോതുന്ന മത്സര പോരാട്ടമായിരുന്നെങ്കിൽ ഇന്നത് മത്സര ബുദ്ധിയിലേക്ക് മാറിയിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ സമയത്ത് ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്ത ആളുകൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. അയിരൂര്, മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല, കിഴക്ക്, മേലുകര, ഈ 4 പള്ളിയോടങ്ങളും ഒരുപാട് ചരിത്രം ഈ ഉത്രട്ടാതി വള്ളംകളിയിൽ രചിച്ചിട്ടുള്ള 4 വള്ളങ്ങളാണ്. മല്ലപ്പുഴശ്ശേരി തുടർച്ചയായി കിരീടം നേടിയിട്ടുള്ള മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല, കിഴക്ക്, മേലുകര, അയിരൂരും 2009 കിരീടം നേടിയിട്ടുള്ള അയിരൂര്, കഴിഞ്ഞ വർഷം കിരീടം നേടിയിട്ടുള്ള അയിരൂര്. അങ്ങനെ വളരെ ശക്തമായ മത്സരം നടക്കുന്നു. ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരും അയിരൂരിന് വെള്ളി ഉയർത്താനായിട്ട് മല്ലപ്പുഴശ്ശേരിക്ക് സാധിക്കുമോ? ഇടശ്ശേരിമല, കിഴക്ക് പുതിയ ചരിത്രം കുറിക്കുമോ? മേലുകര 33 നമ്പറായ മേലുകര വെള്ളം അത് ചരിത്രം കുറിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. 18 അടി അമരമുള്ള അയിരൂരാണ് നിലവിൽ 1ാം സ്ഥാനത്ത്, അല്ലെങ്കിൽ 1ാം തുഴയെറിയുന്നത്. ശക്തമായ പോരാട്ടം, വളരെ ശക്തമായ പോരാട്ടം. 1200 മീറ്ററാണ് ഈ മത്സരത്തിന്റെ ദൈർഘ്യം, അല്ലെങ്കിൽ മത്സരത്തിന്റെ ദൂരം. അത് ആര് ഫിനിഷ് ചെയ്യുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതാ സത്രക്കടവിലേക്ക് ഇങ്ങനെ പള്ളിയോടങ്ങൾ കുത്തിയെറിഞ്ഞു വരുന്ന കാഴ്ച. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആരാണെന്ന് വിജയി എന്ന് ഇപ്പോൾ പറയാനാകാത്ത തരത്തിലുള്ള ശക്തമായ പോരാട്ടം നടക്കുന്നു. പള്ളിയോടങ്ങളുടെ ദൃശ്യഭംഗി ഇതിനോടകം തന്നെ നമ്മൾ വിവരിച്ചു കഴിഞ്ഞതാണ്. അത് ഈ അവസാന ഫൈനൽ മത്സരത്തിലേക്കും ആ ദൃശ്യഭംഗി കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നു. തലപ്പാവ് കെട്ടി ഈ പമ്പയാറ്റിന്റെ ഓളങ്ങളെ കുത്തിമുറിച്ചുകൊണ്ട് അതാ അമരങ്ങൾ പൊങ്ങി നിന്നുകൊണ്ട് ആ തുഴയെറിഞ്ഞ് ആരാണ് ഒന്നാമതെത്തിയത് എന്ന്, മേലുകരയാണോ, അയിരൂരാണോ, ഇടശ്ശേരിമല, കിഴക്കാണോ എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനം പറയേണ്ടത് അതിപ്പോൾ ഔദ്യോഗികമായി പ്രതികരണം നടത്തേണ്ടത് ജഡ്ജസ് ആണ്. അയിരൂരാണ്. 32ാം വെള്ളം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 32ാം വെള്ളം, 32ാമത്തെ വള്ളം അതാ പള്ളിയോടമാണ് 1ാം സ്ഥാനത്തേക്ക് എത്തിയെന്ന് മനസ്സിലാക്കുന്നു. അതിൽ പക്ഷേ ഔദ്യോഗികമായി മേലുകര പള്ളിയോടം ആദ്യം ഫിനിഷ് ചെയ്തു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് ജഡ്ജസുമാണ്. സാധാരണഗതിയിൽ നെഹ്റു ട്രോഫി പോലെയല്ല ഈ മത്സരങ്ങൾ. ഇതിൽ ആദ്യം എത്തിയാൽ പോലും അതിൽ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ചമയത്തിന് മാർക്കുണ്ട്, വേഷങ്ങൾക്ക് മാർക്കുണ്ട്, അതോടൊപ്പം തന്നെ പാടി തുഴയുന്നതിന് മാർക്കുണ്ട്. ഒപ്പം പുറത്തുനിന്ന് കരക്കാർക്ക് പുറത്തുനിന്ന് ആരെങ്കിലും ആ വെള്ളത്തിൽ മത്സരത്തിനെത്തിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അയോഗ്യരാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ അത് സംഭവിച്ചതാണ്. കഴിഞ്ഞ തവണ
നെല്ലിക്കൽ വിഷ്ണു ആദ്യമെത്തിയെങ്കിലും സുരേഷാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള അതിന്റെ പൂർണ്ണ ആവേശത്തോടു കൂടി തന്നെ പുരോഗമിക്കുകയാണ്. മത്സരം പൂർത്തിയായിട്ടുണ്ട്. ആരാണ് വിജയിച്ചത് എന്നത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. ഒന്നാമതെത്തിയാൽ മാത്രം പോരെ, മറ്റു ചില മാനദണ്ഡങ്ങൾ കൂടി അതിന്റെ വിജയിയെ നിശ്ചയിക്കുന്നതിലുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കാം വിജയി ആരാണെന്ന് എന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി. ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. ഷോർട്ട് ബ്രേക്ക്. വാർത്താസന്ധ്യയിലേക്ക് വീണ്ടും നോക്കാം ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്. ഇനി പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി കാണാം. പ്രേക്ഷകർക്കൊപ്പം പ്രജിൻസി കണ്ണനെത്തും. നമസ്കാരം.